ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്ളോഗാണ് എടുക്കുന്നത്. അച്ഛനുമുണ്ട്, കുഞ്ഞിയുണ്ട്, പിന്നെ അമ്മയുണ്ട്, പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ അത് ചാണകം. അപ്പോൾ നമ്മൾ മെയിൻലി മാങ്ങ പെറുക്കാനുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. മാങ്ങ കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇവിടെ നല്ലൊരു മഴ കഴിഞ്ഞിട്ടിരിക്കുക. ഒരു 2 മണി സമയത്തൊക്കെ നല്ലൊരു മഴ പെയ്തു. അതുകൊണ്ട് നമുക്ക് ഉച്ച ഫീൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചൂടെടുത്ത് പ്രാന്തായേനെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോടമഞ്ഞ് ഇങ്ങനെ കയറുന്നുണ്ട്. ഒരു 5 മണിയൊക്കെ ആയിട്ടുള്ളൂ സമയം, വൈകിട്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഈ കോട കയറുന്നുണ്ട്. നിങ്ങൾ ആദ്യം കണ്ടത് കോട കയറുന്നതാണ് കേട്ടോ. അടുത്തരച്ച് പൂവെങ്കിലും നിൽക്കേ, എന്തെങ്കിലും പോയി നോക്കാം. എന്താ നമ്മൾ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് ഞാനും കുഞ്ഞും അച്ഛനൊക്കെ ഇങ്ങോട്ട് ഇടയ്ക്ക് ഇറങ്ങലുണ്ട്. ബട്ട് അമ്മ ഇവിടെ ആദ്യമായിട്ട് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട്. അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്. ഇവിടെ കേറാൻ പറ്റില്ല, അതൊരു വീടാ. ഇതൊക്കെ ഇത് ഇവിടുത്തെ ഒരു അംഗനവാടിയാണ് കേട്ടോ. പക്ഷെ ഇതില് കുട്ടികളൊന്നും വരുന്നത് നിറച്ചും പച്ചപ്പാണ് കേട്ടോ ഇവിടെ അങ്ങനെ. അപ്പൊ അമ്മയും കുഞ്ഞിയും അവിടെ താഴത്ത് വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഇറങ്ങി. ഞാന് പിന്നാലെ പതുക്കെയാ വന്നത്, കാരണം മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കുഴ എടുക്കാൻ പോയി. പിന്നെ ഞാൻ പതുക്കെയാണ് ഇറങ്ങുന്നത്, കാരണം എങ്ങാനും വഴിക്ക് വീണ് നാണം കെട്ട മൈനസോറായി പിന്നെ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇങ്ങോട്ട് കുറച്ച് ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു വ്യൂ കാണുന്നത്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, കുറച്ചുകൂടെ നല്ലൊരു ഉൾപ്രദേശം പോലെയാണ് കേട്ടോ തോന്നുക. ഹായ് പറ, ഹായ് പറ. താഴത്തേക്ക് മാങ്ങ വെക്കാനാണ് പോകുന്നത്. അവിടെ വേറൊരു വഴിയുണ്ട്, അവിടെ ഇറങ്ങി കയറിൻ്റെ കിതപ്പ. താഴത്തേക്ക് പോയേക്കാം. ഇങ്ങനൊരു കേറ്റാണ് ഇവിടെ. നമുക്ക് ഇറങ്ങുമ്പോൾ വഴുക്കി വീഴുന്നൊക്കെ നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ തന്നെ അടിച്ച് വീഴും, മൈനസോറാവും. അയ്യോ, അതെയായി. ചെറുതായിട്ടൊരു മഴയുണ്ട്, ഒരു ഊട്ടി ഫീലാട്ടോ താഴത്തേക്ക്. ക്ഷേത്രം ഇവിടെ പാറകളും ഉണ്ട്, ഇരിക്കാൻ പറ്റും. ഇങ്ങനൊരു വഴിയാണ്. വേർത്ത് കുളിച്ചു. വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പോരാത്തതിന് നല്ല കൊതുകടി. ഞാൻ ഉടുപ്പിട്ടോണ്ട് നല്ല കാലിലൊക്കെ നല്ലോണം കടിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഞാൻ ഒരു പാറമ്പിൽ കയറിയിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ പൈനാപ്പിളിൻ്റെ ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് പൈനാപ്പിൾ ഉണ്ടായിട്ടില്ല, പക്ഷെ അതിൻ്റെ ഒരു അതങ്ങനെ തോന്നുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറുതായിട്ടൊരു മഴച്ചാറ്റലുണ്ട് ഇവിടെ. ചെറുതായിട്ടൊരു മഴ ഉണ്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുട പിടിച്ചു കേട്ടോ. നല്ല ബാർബി കുടയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ട് മാങ്ങ കിട്ടി. നാളെ കിട്ടാൻ വെക്കാനുള്ള ആവശ്യമുള്ള മാങ്ങ കിട്ടി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ട്, പട്ടുംകുളം അയ്യപ്പനെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ.
അപ്പോൾ ഒരു ദിവസം നമ്മളത് മുകളിൽ നിന്ന് കണ്ടു. അവിടെ നിന്ന് ആ മുകളിൽ വേറൊരു വഴിയുണ്ട് പോകാൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കണ്ടു. ഇപ്രാവശ്യം നമ്മൾ താഴത്തുനിന്ന് തന്നെ പോവുകയാണ് അങ്ങോട്ട്, ജസ്റ്റ് കാണാൻ. 4 പുറം വെള്ളത്തിൻ്റെ നടുവിൽ ഇങ്ങനെ വെച്ചിരിക്കുക. നമുക്ക് പോയോ. നമ്മൾ പട്ടുംകുളം പോകുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. കാരണം കുറച്ച് അങ്ങോട്ട് പോയാൽ ഇതാ അവിടെ കുറച്ച് കാടാണ്. കുറുക്കന്മാരൊക്കെ ഇറങ്ങുന്നൊരു സമയമായിട്ടുണ്ട്. എന്തായാലും 5 മണി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് പേടിയായതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. സോ ഇനി ഞാനിങ്ങനെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ കാരണം വോയിസ് ഓവർ ചെയ്യാൻ അറിയില്ല, പറയാൻ മാത്രം എനിക്ക് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ നമ്മൾ തിരിച്ചു പോവാണ്. അത് വെച്ചിട്ടൊരു വഴിയായി കയറുമ്പോൾ ഭയങ്കര കിതപ്പ്. ആ താഴത്തുനിന്നാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കിതപ്പുണ്ട് കേട്ടോ. ചുട്ടിട്ട് വേർക്ക് നമ്മുടെ മഞ്ഞ്. നമ്മളെ എരുമത്തടം 5 മണിക്ക്, വൈകിട്ട് 5 മണിക്ക് കോട കാണണമെങ്കിൽ എന്തായിരിക്കും ഇതൊരു അറ്റ്മോസ്ഫിയർ? നിങ്ങൾ വിചാരിക്കും ഇവിടെ തണുപ്പായിരിക്കുന്നു, പക്ഷെ അല്ല. വേർത്ത് കുളിക്കുന്ന ചൂടാണ്. എൻ്റെ ഒരു ഊഹ അനുസരിച്ച് ഒരു 36 ഡിഗ്രി വരെ ചൂട് കയറും. കാരണം ഇന്നലെ 30 ഡിഗ്രി ആയിരുന്നു, അതെന്നെ സഹിക്കില്ല. ഈ കോട ഇത് ആവിയാണോ എന്ന് എനിക്കൊരു സംശയം, പക്ഷെ കോടയാണ് കേട്ടോ. താഴത്തേക്ക് നോക്കിയാൽ നല്ല കോട ഉണ്ട് കേട്ടോ. ഞാൻ വേർത്തു പറഞ്ഞാൽ അത്രയും വേർത്തെന്നു. താഴേന്ന് കയറുമ്പോൾ നല്ല ചൂടും നല്ല ആവിയാണ്. കാണുമ്പോൾ ഒക്കെ വിചാരിക്കും നല്ല കോട, തണുത്തത്. ഭയങ്കര ചൂട്, ഭയങ്കര ആവി, സഹിക്കാൻ പറ്റില്ല. ഗൈസ്, നമ്മളിവിടെ കഞ്ഞിക്കൂർക്ക നല്ല നീളത്തിലാണ് കേട്ടോ വളരുന്നത്. നോക്കൂ, താഴത്ത് പോയി വന്നിട്ട് എല്ലാവർക്കും വയ്യാതെയായി. അമ്മയ്ക്ക് ശ്വാസം മുട്ടല. അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി. ഇത് പതിവാണ്, എന്തെങ്കിലും ഒരു ഹാർഡ് ആക്ടിവിറ്റി ചെയ്താൽ അമ്മയ്ക്ക് അപ്പം തുടങ്ങി. കുഞ്ഞിവിടെ മാങ്ങ കഴിക്കുകയാണ്. താഴത്തുനിന്ന് പഴുത്ത് കൊണ്ടുവന്ന മാങ്ങ. ഞാൻ കുളിച്ചിട്ട് വന്നു. പഠിക്കാനുണ്ട്. ബയോളജിയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ഇനി ക്ലാസ് കാണാം. കുറച്ച് അധികം നേരം എടുക്കും, പുതിയ ചാപ്റ്ററാണ്. സോ നമുക്കിനി ക്ലാസ് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈവനിങ് വ്ളോഗാണ്. എന്നാലും ഞാൻ ഇന്നലെ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മറന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പിറ്റേ ദിവസത്തെ ഒരു മോർണിംഗ് വ്ളോഗും കൂടെ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ന്യൂസൊക്കെ വെച്ച് സത്യപ്രതിജ്ഞയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അപ്പോഴാണ് നമുക്ക് ഗസ്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ പോയി. അപ്പോൾ അച്ഛൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുകയായിരുന്നു. ഞാൻ മാങ്ങ കഴിക്കാൻ പോവാണ്.
ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാങ്ങ വാങ്ങലുണ്ട്. ഇപ്പം അച്ഛൻ 50 രൂപയ്ക്ക് ഒരു കവർ നിറയെ മാങ്ങ വാങ്ങിക്കൊടുന്നു. കാരണം ഇവിടെയൊക്കെ മാവുകളുണ്ട് കേട്ടോ. പക്ഷേ അതിലത്തൊക്കെ മാങ്ങ സീസൺ കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ പച്ചയായി നിൽക്കുന്നത് കാണുന്നുണ്ട്, പക്ഷെ ഒന്നും പഴുക്കുന്നില്ല, കുറേ ദിവസമായി. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി പെറുക്കിയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് ഇതുപോലത്തെ മാങ്ങയില്ല, ഇത് മൂവാണ്ടനാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ. നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാനാണ്. പക്ഷെ അത് നീണ്ടു പോയിട്ട് ഒരു മോർണിംഗ് വ്ളോഗായി. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗ് പ്ലസ് മോർണിംഗ് വ്ളോഗ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും